Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അമ്പലത്തിൽ വെച്ചാണ് കല്യാണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകും. പള്ളിയിൽ വെച്ചാണ് കല്യാണം ഞങ്ങൾ ഒരുമിച്ച് പള്ളി പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടോന്നില്ല. ഭക്ഷണം കിടത്തുന്ന എല്ലായിടത്തും ഞങ്ങൾ പോകും അല്ലേ. എന്തിനാ കരയുന്നത്? പുറത്തൊക്കെ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഓർമ്മയില്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പയ്യെ ആദ്യം ഐ ലവ് യു പറഞ്ഞത് ശരി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാർ എടുക്കണമല്ലോ. അപ്പം പിന്നെ നമ്മൾ എന്ത് വെച്ചാൽ കാർ അതുപോലെ തന്നെ ഇട്ടിട്ട് സർവീസ് ലിഫ്റ്റ് എടുത്ത് കിച്ചണിൽ കയറി കിച്ചൺ വഴി ബാക്ക് ഡോറിലൂടെ അവർക്ക് ഈ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിൽ ഇറങ്ങി അതുകൊണ്ട് വേറൊരു കാർ കയറി പോയി. ഡിവോഴ്സിനെ പറ്റി ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തതിന്റെ ഒരു കാരണം ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ഡിവോഴ്സ് ഇസ് നോട്ട് എ ക്രൈം. ഈ പുള്ളിക്കാരിയുടെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യണം, അതിനെതിരെ ഫൈറ്റ് ചെയ്യും. പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടും ആർക്കും തോന്നൂല്ല ഇങ്ങനെ ഒരു പ്രശ്നമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ തമ്മിലല്ലേ നോക്കുന്നത് കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത്. നമുക്കല്ലാതെയും നോക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. വി വെന്റ് ഫോർ കപ്പിൾ തെറപ്പി. ഞാൻ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ കണ്ടു. ഞാനിത് പർപ്പസ്ഫുള്ളി ഞാൻ ഇഗ്നോർ ചെയ്തു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഇന്റർവ്യൂ തരില്ല എന്നുള്ളത്. നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും മുമ്പ് ഡേറ്റ് ചെയ്തില്ല? ഇത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതാണ് മെയിൻ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇവോൾവ് ചെയ്യത്തില്ലേ ആസ് എ ഹ്യൂമൻ ബീങ്. ഒരു 30+ ഒരു അഞ്ജുവിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ ടൈമില് ഷി വാസ് എ ഗുഡ് ഫ്രണ്ട്. അപ്പൊ ഞാനും മേ ബി അവൾക്ക് ഒരു ഗുഡ് ഫ്രണ്ട് ആയിട്ട് നിൽക്കാനുള്ള ആദിത്യനെയാണ് എനിക്കും വർക്ക്. അതിന് മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പോ വർക്ക്ഔട്ട് ആവത്തില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് സോർട്ടഡ് ആണ് ലൈഫില്. ഞാനും സോർട്ടഡ് ആയി. ദ വേ വി ടോക്ക്, ദ വേ വി സീ തിങ്സ്, ആ സാധനം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അന്നായിരുന്നെങ്കിൽ വർക്ക്ഔട്ട്. ഞാൻ പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഭയങ്കര റംബ്ലിംഗ് ആണ് എല്ലാവരുടെയും ആ തലയിൽ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിന്റെ കൂടെ ഇതും കൂടെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ രണ്ടുപേരും പെട്ടുപോയാൽ. ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് നടന്നുകൊണ്ട് വി ആർ ബോത്ത് സോർട്ടഡ്, വി ആർ ബോത്ത് ഫിനാൻഷ്യലി, മെന്റലി, പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ട ലൈഫിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നു. അപ്പൊ ഞാൻ സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ അലൈൻ ചെയ്തു. എന്താണ് what did you like most about ആദിത്യ? The biggest change എന്താണ് കണ്ടത്? ഫ്രം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. സോ വാട്ട് ഈസ് ദ ചേഞ്ച് ദാറ്റ് യു സോ ഇൻ ആദിത്യ ഈ 30s? ആദിത്യ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയി, കുറച്ചും കൂടെ സോർട്ടഡ് ആവുക നമ്മൾ പറയത്തില്ലേ ലൈഫില്. അതായി. പണ്ട് ഞാനെപ്പോഴും വിചാരിക്കുമായിരുന്നു ഇവൻ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒക്കെ ഇച്ചിരി കൂടെ ഒരു സോർട്ടഡ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. ഹി വാസ് ഓൾവേസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ വിളിച്ചിട്ടൊക്കെ ഉള്ളത് ആദിത്യനൊക്കെ തന്നെ. പക്ഷെ ഇച്ചിരി കൂടെ ഒന്ന് കല്യാണം കഴിക്കോ ഡേറ്റ് ചെയ്യോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയം. അതുപോലെ തന്നെയായിരുന്നു എനിക്കും. ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു. അപ്പൊ ഒരിക്കലും ഒരു മെച്ചുവർ വൈബ്സ് തരില്ല. മേ ബി ഞാനും അത് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും, എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല പുള്ളിക്കാരുടെ അടുത്തുനിന്ന്. അപ്പൊ ഞാനും അങ്ങനെ ആ ഒരു ഇമേജേ ഇല്ല ഒരിക്കലും. കാരണം നമുക്ക് ഫാമിലീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇത് ശരിക്കും നടന്നാൽ ഭയങ്കര ഈസിയറുമാണ്. രണ്ട് ഫാമിലീസിനും ഭയങ്കര ഈസിയർ ആണ്. എന്നെ സംബന്ധിച്ച് പണ്ടത്തെ ഒരു ടെൻഷനായിരുന്നു. ഒരു സമയത്ത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ കുഞ്ഞ് കാലം ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആദിത്യ തന്നെയാണ്. ഇതിനെ കല്യാണം കഴിച്ചാൽ ആക്ച്വലി രസമായിരിക്കും. കാരണം എനിക്ക് ആദിത്യയുടെ പേരൻസിനൊക്കെ എനിക്കറിയാം. ഞാൻ ആദിത്യയുടെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടൊക്കെ ഉണ്ട്. ആദിത്യ ഇല്ല വീട്ടില്. ആദിത്യ ഔട്ട് ഓഫ് സിനാരിയോ ആണ് ഇതിനകത്ത്. ഇല്ല. അപ്പൊ ആദിത്യയുടെ അമ്മ ഉണ്ട്, ഗിരിജ ആന്റി. അപ്പൊ ആന്റി ഇവര് എറണാകുളത്ത് താമസിച്ചിരുന്നത് ആ സമയത്ത്. അപ്പൊ എന്റെ ഹോസ്റ്റൽ YWC ആ. അപ്പൊ ആന്റി ഞാൻ പാട്ട് പാടുന്നത് കൊണ്ട് ആന്റി നന്നായിട്ട് പാട്ട് പാടും. പാട്ട് ഭയങ്കര ഇഷ്ടം ആന്റിക്ക്. അപ്പൊ ആദിത്യ NIT പഠിക്കുക കാലിക്കട്ട്. അപ്പൊ ഇതിനില്ല വീട്ടില്. അങ്കിൾ ഉണ്ടാവും ചിലപ്പോ, ആന്റി ഉണ്ട്, അമ്മണിയുണ്ട്, അതായത് അനീത്തിയുണ്ട്, അമ്മൂമ്മയുണ്ട്. ഇവർ 3 പേരും ഉണ്ടാവുള്ളൂ. അച്ഛൻ എപ്പോഴും എന്തെങ്കിലും ജോലിയായിട്ട് പുറത്ത് എവിടെയാണ് ട്രാവലിംഗ് ആയിരിക്കും. ആന്റി വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോൾ ഒരു വരവുണ്ട് ഹോസ്റ്റലിലേക്ക്. 5 മോളെ വരുന്നോ വീട്ടിലേക്ക്? അപ്പൊ ഞാൻ ആന്റി ഒരുപാട് അസൈൻമെന്റ് ഒക്കെ ഉണ്ട് ആന്റി, ഇന്ന് തിങ്കളാഴ്ച വെക്കാനുള്ള, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. വരുന്നു, എനിക്ക് ബീഫ് മേടിച്ചു തരാമെന്ന് YMCA
ആ വിളിയിൽ എന്നാ ശരി ആന്റി പെട്ടി പാക്കിടക്കെ നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. അവിടെ ചെല്ലുന്നു, ഇവര് അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ കൂടെ പോയത്. ആന്റിയും അമ്മയും ഞാനും അമ്മൂമ്മയും കൂടെ ചില്ലിയും പാട്ടൊക്കെ പാടും, വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പഴാ. കുറെ നാളെ ഞാനിവിടെ ഡേറ്റ് ചെയ്യുമ്പോഴേ ഇവള് പറയുന്നത് ഞാൻ എപ്പോഴും നിന്റെ വീട്ടിൽ വരുമായിരുന്നു, സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനും ആന്റിയും കൂടെ സംസാരിക്കുന്നൊക്കെ, മോളെ ഈ അവനെ വീട്ടിൽ നന്ദു എന്ന് വിളിക്കാം, നന്ദുകുട്ടന്റെ കൊടുക്കുന്ന ഇതൊന്നും തികയുന്നില്ലെന്നാണല്ലോ പറയുന്നത്, പോക്കറ്റ് മണി ഒന്നും തികയുന്നില്ല. അപ്പൊ ഇത് എവിടെ പോകുന്നു? അപ്പൊ എനിക്കറിയാം എവിടെ പോകുന്നെന്ന് എനിക്കറിയാം, ശരിക്കും പറയാൻ പറ്റത്തില്ലല്ലോ. എവിടെ പോകുന്നു? അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ കോളേജിലാണല്ലോ, അപ്പൊ കോളേജിൽ എന്തായാലും പരിപാടി എന്നെ മാത്രല്ലല്ലോ ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഇംപ്രസ് ചെയ്യാൻ കുറെ ഷർട്ട് മേടിച്ചു കൊടുക്കുക, റൊമോഡയുടെ ഷർട്ട് ടീഷർട്ട് ഒക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെ എനിക്കറിയാം ഇത് എവിടെ പോകുന്നുള്ളത്. അപ്പൊ ആന്റി ചോദിക്കുമ്പോ എനിക്ക് മറുപടി ഇല്ല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ ആന്റി എന്ന് പറഞ്ഞ് നിക്കുവായിരുന്നു. എന്നിട്ട് ഞായറാഴ്ച വൈകിട്ടാകുമ്പോ ആന്റി ഞാനും കൂടെ നടന്നു വന്ന് എന്നെ ഹോസ്റ്റലിൽ തിരിച്ചു കയറ്റി വിടും. ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചു. So beautiful അല്ലേ? So beautiful. അപ്പൊ ഇപ്പൊ കല്യാണം കഴിച്ച when you visit him and his family, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ താമസിക്കുന്നത്, പക്ഷെ when you visit him it's like ഈസിയാണ്, so easy. കോമഡിയാ വീട്ടിൽ ചെല്ലുമ്പോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താ ആന്റി ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ ഗോട്ട് മാരീഡ്. പിന്നെ ഞാൻ നമ്മുടെ പാരന്റ്സും ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ പിന്നെ കണക്ഷൻ വലിയ കാര്യമായിട്ടില്ല. വല്ലപ്പോഴും കാണും. ആദ്യത്തെ വല്ലപ്പോഴും വരുന്ന സമയത്ത് ഒന്ന് പോയി ആന്റീനെയൊക്കെ കണ്ടാലായി, അങ്ങനത്തെ ഒരു രീതിയായി. പക്ഷെ അഞ്ജു ഈ ഡിഫിക്കൽട്ട് ഫേസിലൂടെ പോകുമ്പോൾ ആദിത്യ, ഡിഡ് യു നോ ദാറ്റ് ഷി വാസ് ഗോയിങ് ത്രൂ എ വെരി ബാഡ് ഫേസ് ഇൻ ഹർ ലൈഫ്? അറിയായിരുന്നു അല്ലേ? ആൻഡ് ഹൗ വാസ് ഹി വിത്ത് യു ദെൻ അഞ്ജു? വാസ് ഹി സപ്പോർട്ടീവ് ഓർ? മൊത്തം അറിയത്തില്ല, കാരണം ഇവളെന്നെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. ആ ഒരു ഇതില് ഈ പുള്ളിക്കാരിയുടെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാല്, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യണം, അതിനെതിരെ ഫൈറ്റ് ചെയ്യും. പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടും ആർക്കും തോന്നൂല്ല ഇങ്ങനെ ഒരു പ്രശ്നമായിട്ടാ നടക്കുന്നത്. തന്നെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ ഇങ്ങനെ ഒരു പ്രശ്നമാണെന്നുള്ളത് പറയത്തുള്ളൂ. ഇപ്പൊ ആദിത്യനെക്കാട്ടിയും കൂടുതൽ. പക്ഷെ ആ സമയത്ത് ആദിത്യ ഇവിടെ ഇല്ലായിരുന്നു തന്നെ, ബാംഗ്ലൂർ ഹൈദരാബാദ് അവിടെ എവിടെയായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ ഒരുപാട് ഞാനങ്ങനെ സംസാരിക്കത്തില്ല. പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ഒരു തവണ ഞാൻ ഈ പ്രശ്നത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കാം. ഐ തിങ്ക് നമ്മുടെ ഫ്രണ്ട് ആദിത്യയുടെ ഫ്രണ്ടാ, ആദിത്യയുടെ ഫ്രണ്ട്സ് എല്ലാം എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ് എല്ലാം ആദിത്യയുടെ ഫ്രണ്ട്സ്, അങ്ങനെ സംഭവം. ആഷിഖാന്ന് തോന്നുന്നു ഇവന്റെ അടുത്ത് പറഞ്ഞത്, എടാ അഞ്ജുൻ ഇങ്ങനെ ഒരു, ഞാൻ ആഷിഖിന്റെ അടുത്ത് പോയായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ ആഷിഖിന്റെ അടുത്ത് ഞാൻ പോയി. അന്ന് ഐ റിമെമ്പർ ഇവരെ റാൻഡം ആയിട്ട് ഇവൻ ഒരിക്കൽ വീട്ടിൽ വന്നു. എന്റെ ഫ്ലാറ്റ് അല്ല, ഇവന്റെ എറണാകുളത്തെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ എന്നെ ചുമ്മാ വിളിച്ചു, ഞങ്ങൾ എല്ലാരും കൂടി ഒന്നൊരു സിനിമയ്ക്ക് പോകുന്ന പടമൊക്കെ ഞാൻ നോക്കുന്നത്, അലാദീൻ സിനിമ വന്നില്ലേ, നവോമി സ്കോട്ടൊക്കെ അഭിനയിച്ച ആ പടം വന്നപ്പോ വിളിച്ചു, എടി വാടി. അപ്പൊ ഞാൻ ആദ്യം ഇല്ല, ഞാൻ വരുന്നില്ല. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കുക, ആരുമായിട്ടും കണക്ഷൻ ഇല്ല. എനിക്ക് എറണാകുളത്തപ്പോ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ആന്റിയുടെ അടുത്തൊന്നും ഇത് പറയാനൊന്നുള്ളൊരു ഇതില്ല. എനിക്ക് ഇത് എങ്ങനെ നമ്മൾ പറയും, ആൾക്കാർ നമ്മുടെ ആ സമയത്തെ വിചാരം നമ്മളാണ് പ്രശ്നക്കാര്, നമ്മളെ കുറ്റപ്പെടുത്തുവോ എന്നൊക്കെയാണ് നമ്മുടെ പേടിയാ. അപ്പൊ ആഷിഖിന്റെ അടുത്ത് പിന്നെ ആഷിഖ് എന്റെ ഫ്രണ്ട് അല്ലല്ലോ, അപ്പൊ എനിക്ക് ഇവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് എന്തോ വേണമെങ്കിൽ പറയാം. അപ്പൊ ആഷിഖിന് എനിക്ക് കുറച്ചും കൂടെ എന്തോ ഒരു നമ്മളൊരു വള്ളി ചാടിയാൽ വിളിക്കാൻ പറ്റിയൊരു ഫ്രണ്ടാണ് ആഷിഖ്. അപ്പൊ ഞാൻ ഇവരെ വിളിച്ചിട്ട് ഞാൻ എന്നിട്ട് അലാദീൻ സിനിമയൊക്കെ കാണാൻ ഇവരോട് പോയി. അപ്പൊ ആന്റി ഉണ്ട്, അമ്മണിയുണ്ട് അല്ലെ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരും, ആഷിഖിന്റെ വൈഫ് ഉണ്ടായിരുന്നു. അവൻ എന്റെ അടുത്ത് പറഞ്ഞു ഇവള് കുറച്ചൊരു ഐസൊലേറ്റഡ് ആ, നീ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന. അപ്പൊ ഞാൻ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതൊക്കെ നീ ഓർത്തിരിക്കുന്ന അറിയത്തില്ല, വേറെ ഏതൊരു സിനിമ കാണാനും എന്നെ വിളിച്ചു. ആ സമയത്ത് ഇവർക്കൊക്കെ ഒരു മനസ്സിൽ കാണാനായിട്ട് വിളിച്ചു. പിറ്റേ ദിവസം തന്നെ വിളിച്ചു. എല്ലാരും പിന്നെ സിനിമയ്ക്ക് പോയി. കാരണം വീട്ടിൽ ഒരുപാട് പേരുണ്ട്, അപ്പൊ വീട്ടിൽ അവരെല്ലാരും എന്തെങ്കിലും ചെയ്യണ്ടേ. ഇല്ല, അപ്പൊ ഞാൻ ഐ വാസ് മാരീഡ്, അപ്പൊ നത്തിങ് വാസ് ഗോയിങ് ഓൺ. അപ്പൊ ഒന്നുകൂടെ വിളിച്ച് സിനിമയ്ക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് ലഞ്ചൊക്കെ തന്നു കഴിഞ്ഞപ്പോ
ഐ ഡോണ്ട് നോ വൈ ഹി സെഡ് ദാറ്റ്. ഞാൻ ഇവനോട് ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അന്ന് പറഞ്ഞു എടി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. അതിൽ എനിക്ക് കരച്ചില് എന്തിനാ കരയുന്നത്? പുറത്തപ്പോ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഓർമ്മയില്ല, അതാണ് മെയിൻ പ്രശ്നം. നമ്മള് പറയത്തില്ലേ ഈ വഴക്കുകൾ പ്രായം കൂടുമ്പോ കുറയുന്നതിന്റെ ഒരു മെയിൻ കാരണം നമ്മളൊരു അരമണിക്കൂർ വഴക്കിട്ടു എന്താണ് കാരണം ഓർമ്മയില്ല, എപ്പോഴും ഉള്ള. അപ്പൊ അന്ന് അങ്ങനായിരുന്നു ആ സിനാരിയോ. അന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. ദിസ് ഹാപ്പൻഡ് അറൌണ്ട് ഇൻ 2019 ആ സമയത്ത്. അപ്പൊ അത് കഴിഞ്ഞ് കോവിഡ് വന്നു. അപ്പോഴൊക്കെ ആദിത്യക്ക് ഇഷ്ടമല്ലേ അഞ്ജുവിനെ? അല്ല, എനിക്ക് ഇവിടെ ആദ്യം തൊട്ടേ ഇഷ്ടമാ, ബട്ട് ഈ ഒരു ആംഗിൾ അല്ലാന്നേ ഉള്ളൂ. കാരണം ഞാനങ്ങനെ മാത്രം. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കും ഇവളാണെങ്കിൽ പാട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ എപ്പോഴും ഓർക്കും ഇവർക്കൊരു കപ്പിളായിട്ടൊക്കെ ജീവിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ്. കാരണം പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല, ഫിനാൻഷ്യൽ സൈഡ് അറിയത്തില്ല. അപ്പം പിന്നെ കുറെ നാൾ കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സോർട്ടഡ് ആയി, തന്നെ ഒരു വീട് റൺ ചെയ്യുന്നു. അപ്പത്തേക്കും ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സീൻ മൊത്തം അറിയുന്നത്, കംപ്ലീറ്റ് പാർട്ട് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഡേറ്റ് ചെയ്ത് തുടങ്ങിയ പിന്നെ. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെപ്ത് ഇത്രയും മോശമായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു, നീ ഇത് ഇത്രയും മറച്ചു വെച്ച് ഇതൊന്നും പുറത്തൊന്നും പറയത്തില്ലല്ലോ. വി ഡോണ്ട് വോണ്ട്. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും എന്റെ പേരൻസിന്റെ അടുത്താണെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ബൗണ്ടറി വെച്ചിട്ടാ എല്ലാ കാര്യങ്ങളും പറയുന്നത് അവരുടെ അടുത്തും. സോ എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ആദ്യം ക്രഷ് ആരോടാ തോന്നിയ? ഞാനോ? അല്ലേ? വേണമെങ്കിൽ അങ്ങനെ പറയാല്ലേ. ശരിയാ, ഐശു മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തന്നു. ഐശ്വര്യലക്ഷ്മി കോമഡി സംഭവം എന്താന്ന് വെച്ചാ, ഒരിക്കൽ ഞങ്ങളെല്ലാം കൂടെ വർക്കലൊക്കെ ഒരു ട്രിപ്പ് പോയി. ന്യൂ ഇയർ ട്രിപ്പായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല, ഫ്രണ്ട്സ് ആണ് നമ്മള്. അപ്പൊ ആഷിക്കൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട്, എടി നീ ഏതായാലും ഫ്രീ ആയി, നിനക്ക് ആദിത്യനെ നോക്കിക്കൂടെ? അപ്പൊ ഞാൻ ആദിത്യനല്ല പരമൂന്നാ വിളിക്കാം. അവൻ പരമൂന്ന് നോക്കിക്കൂടില്ല, അവനും ഫ്രീയാ, അവനും സിംഗിൾ ആയിട്ട് നിക്ക, നോക്കിക്കൂടെ? അപ്പൊ ഇവന് വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്, ഒന്ന് നോക്കിക്കൂടെ? അപ്പൊ ഞാൻ എടാ അത് ശരിയാവത്തില്ല, എന്ന് വെച്ചാൽ ഇപ്പൊ നല്ലൊരു ഫ്രണ്ട് ആണല്ലോ. അപ്പൊ ഇനി നമ്മളിത് ഇതൊക്കെ ഇങ്ങ് കുഴച്ച് മറച്ചു കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ ഫ്രണ്ടാ. ഇപ്പൊ നമ്മൾ തമ്മിൽ അടിയെങ്ങാനും ആയി പോയെങ്കിൽ പിന്നെ ഇല്ലാതാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കുറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി കുളമാവും. അത് വേണ്ടാന്ന് ഓർത്തിട്ട് അപ്പൊ ആശിക്ക് പറഞ്ഞാ നിനക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ സാധനം പറഞ്ഞു വിട്ടു. അപ്പൊ ഈ ഐശുവിന് ഒരു ദിവസം നമ്മളെല്ലാരും ഉണ്ട്. ഐശുവിനോട് ഞാനിങ്ങനെ എന്തോ കല്യാണക്കാരും എന്തോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒരു നല്ല പയ്യനുണ്ട്, നമ്മുടെ ആദ്യക്ക് വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിച്ചൂടെ അവനെ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹിന്ദുക്കളല്ലേ, അപ്പൊ നിങ്ങക്ക് ഒരു കല്യാണം കഴിച്ചൂടെ? അങ്ങനെയൊക്കെ ഞാൻ ഐശുവിനോട് പറഞ്ഞു. ഐശു കുറച്ചേരൊക്കെ ആലോചിച്ചിട്ടിരുന്ന് ഐശു എന്നിട്ട് പടമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് തലേദിവസം ആരാണ്ട് എടുത്ത ഫോട്ടോ ഒക്കെ ഇവന്റെ കാണിച്ചു കൊടുക്കും. നല്ല പയ്യന, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇപ്പൊ നല്ല വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലൊരു പയ്യനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ കുറച്ചേരം ഐശു നോക്കിയിട്ടുണ്ട്, എന്നാ പിന്നെ നിനക്ക് ഡേറ്റ് ചെയ്തൂടെ ഇവനെ? ഇവിടെ നിന്നാണ് ഈ തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഐശു അന്ന് കുറെ പിരിയൊക്കെ കയറ്റി വിട്ടെന്നെ, നീ ഡേറ്റ് ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ആരെയും ഡേറ്റ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക. കാരണം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയത് കാരണം പിന്നെ പച്ചവെള്ളവും എന്ത് വെള്ളം കണ്ടാലും പ്രശ്ന, ചാടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഐശു കുറെ പിരികേറ്റി വിട്ടു. പിരിയേറ്റി അവസാനം ചെറിയ രീതിയിലൊക്കെ നമ്മള് എന്താ പറയാ സംസാരിച്ചൊക്കെ നോക്കി. പക്ഷെ ആദ്യം ഐ ലവ് യു പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് കാര്യമായിട്ട് ഓർക്കുന്നുണ്ട്. മുട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്തൊക്കെ പിന്നെ അത് നവംബർ 8-ാം തീയതി എന്റെ ബർത്ത്ഡേ അന്നാ. അതിനു മുമ്പേ സെറ്റ് ആയിരുന്നു നിങ്ങൾ? അത് 2024 കല്യാണത്തിന്റെ നവംബർ 28-നായിരുന്നു കല്യാണം. നവംബർ 8-നാണ് പ്രപ്പോസ് ചെയ്തത്. ആദിത്യക്ക് ഇപ്പം ഒന്ന് ഷീസ് എ സെലിബ്രിറ്റി, പബ്ലിക് ഐയിലാണ്. രണ്ടാമത് ദർ ഈസ് എ ഹിസ്റ്ററി വിച്ച് ഷീ ഹാസ് ഗോൺ ത്രൂ ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ്. ഓഫ് കോഴ്സ് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ റെസിഡ്യൂസ് കാണും. ഇതൊക്കെ ഒരു ലൈഫ് ലൈറ്റിൽ ഇല്ലാത്ത ഒരാൾ, കംപ്ലീറ്റ്ലി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനല്ലാത്ത ഒരാൾ ഈ ലൈഫിലേക്ക് വരുമ്പോൾ ഡേറ്റ് ചെയ്യുന്ന പോലെയല്ല വെൻ യു കം ടു എ റിലേഷൻഷിപ്പ് ലൈക്ക് ദിസ്, എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. ആദ്യത്തെ മനസ്സിൽ ഈ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒബ്വിയസ്ലി കാണും അതെല്ലാം. കാരണം
ഹ്യൂമൻ ബീങ്സ് ആണല്ലോ എല്ലാത്തിലും. പക്ഷേ വിത്ത് ടൈം ഈവൻ മൈ ഡൗട്ട്സ് വെയർ ലൈക്ക് ഹീൽഡ്. അതാ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിഞ്ഞു കാര്യങ്ങൾ കൺസ്ട്രക്റ്റീവ്ലി വി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ഒരുമിച്ച് കപ്പിൾ തെറാപ്പിക്കൊക്കെ പോയി. സോ ദാറ്റ് എന്താ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ഇഷ്യൂസ് ആണോ? നമ്മൾ തമ്മിലല്ലേ നോക്കുന്നത് കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത്. നമുക്കല്ലാതെ നോക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. വി വെന്റ് ഫോർ കപ്പിൾ തെറപ്പി. ഒരു പ്രശ്നമില്ലാത്തവർക്കും കപ്പിൾ തെറപ്പിക്ക് പോകാം. അവിടെ നിന്നാണ് നമ്മൾ ഈ യു ക്യാൻ കോൾ ടൈം ഔട്ട് എന്നുള്ള സംഭവമൊക്കെ ഞങ്ങൾ പഠിക്കുന്നത്. ഹൗ ടു ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ആർഗ്യുമെന്റ്സ് ഒക്കെ എങ്ങനെ സോൾവ് ഹെൽത്തി ആയിട്ട് ആർഗ്യുമെന്റ്സ് എങ്ങനെ നടത്താം എന്നുള്ള സംഭവം പഠിക്കുന്നത് അവിടെ നിന്ന്. അപ്പൊ അത് പിന്നെ ഈ സാധനം എനിക്കുണ്ടായിരുന്നു, ഈ ഒരു സെലിബ്രിറ്റി സൈഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. കാരണം പെട്ടെന്നൊരു ഫെയിം അല്ലേ വരുന്നത്. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലവരും പറഞ്ഞിട്ടുണ്ട്, നീ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. സോഷ്യലി കുറച്ച് ഇൻസുലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് എന്റർടൈൻ ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ മതി. ഞാൻ എന്തെങ്കിലും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫുൾ ഡേ അതിൽ ഇമേഴ്സീവ് ആയിട്ട് ആ സാധനത്തിനകത്ത് ഇരിക്കും. അപ്പൊ അതിനകത്തുനിന്ന് ഈ ഇത്ര ആളുകളെ കാണുന്ന രീതിയിൽ ഹൗ യു ഗോയിങ് ടു സീ തിങ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവളോട് തന്നെ പറഞ്ഞു, എടി ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇതിനകത്ത് നിനക്ക് വേണമെങ്കിൽ ഇതിനകത്തൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. ഐ എം ടോട്ടലി അപ് ടു ഇറ്റ്. കാരണം ഇതിനകത്ത് നീ യെസ് പറയുന്ന പോയിന്റ് തൊട്ട് യു ആർ ഗോയിങ് ടു ബി എ ഡിഫറെന്റ് മാൻ. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. അത് എന്നോട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചത്. ഇതെല്ലാം കൂടെ അന്ന്. പക്ഷെ ഇത് ഞാൻ അപ്പോഴും ഇപ്പൊ നമ്മളൊരു സാധനം യെസ് പറഞ്ഞാൽ നമ്മളത് റിയലൈസ് ചെയ്യുന്ന നമ്മളത് മുമ്പിൽ കാണുമ്പോഴല്ലേ ഉള്ളൂ. അന്ന് ഈ കല്യാണത്തിന്റെ അന്ന് കുറെ പാപ്സിനെയൊക്കെ കണ്ടതോടെ എനിക്കത് ഹിറ്റ് ചെയ്തു. ഒരു 10-20 ആളുകൾ ഇങ്ങനെ ഒരു ക്യാമറ ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് ഹിറ്റ് ചെയ്തു. ലൈക്ക് നമ്മുടെ ആക്ച്വലി ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. നമ്മുടെ രജിസ്റ്റർ മാരേജ് ആണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അതില് ആരും വന്നിട്ടില്ല. 28th നമ്മുടെ രജിസ്റ്റർ മാരേജ്. ഒരു ദിവസം വി ഹാഡ് എ ബ്രേക്ക്. കാരണം എനിക്ക് പിറ്റേ ദിവസം എനിക്കൊരു വിസ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ 30th നമ്മുടെ റിസപ്ഷൻ പോലെ ഒരു സംഭവം വെച്ചിരുന്നത്. ഭയങ്കര ഡിസ്ക്രീറ്റ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ പുറത്തു പോയി സംഭവം. നമ്മളാ കല്യാണം കഴിഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയതായിരുന്നു ഓർക്കുന്നുണ്ടാ. അല്ലെങ്കിൽ ഈ മൂവീസിലൊക്കെ കാണത്തില്ലേ, ഈ മറ്റേ ഡിറ്റക്റ്റീവ് മൂവീസിൽ അവരൊക്കെ ഇങ്ങനെ ഓടി കിച്ചണിനകത്തൂടെ ഒക്കെ ഓടി ഇറങ്ങി പോകുന്ന പോലെ നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോയത്. നമ്മൾ സർവീസ് ലിഫ്റ്റ് എടുത്ത് പുറത്ത് ആളുകൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്ക്. അപ്പൊ വെയിറ്റ് ചെയ്ത് പോവായിരിക്കും. അപ്പൊ നമ്മുടെ കാർ എടുക്കണമല്ലോ. അപ്പം പിന്നെ നമ്മൾ എന്ത് വെച്ചാൽ കാർ അതുപോലെ തന്നെ ഇട്ടിട്ട് സർവീസ് ലിഫ്റ്റ് എടുത്ത് കിച്ചണിൽ കയറി കിച്ചൺ വഴി ബാക്ക് ഡോറിലൂടെ അവർക്ക് ഈ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിൽ ഇറങ്ങി അതുകൊണ്ട് വേറൊരു കാർ കയറിപ്പോയി. അപ്പൊ അവര് നോക്കുമ്പോ ഞങ്ങളുടെ ബാൻഡില് കുറെ പിള്ളേര് ഈ കാർ എടുത്തോണ്ട് പോകുന്നു, ഒരിക്കൽ കാറില് പോകുന്നു. 5 അതൊക്കെ അവരൊക്കെ പണ്ടേ പോയിരുന്നു. ഞങ്ങൾ കുറെ നേരം കഴിഞ്ഞിട്ട് പോകുന്നു. അങ്ങനെയായിരുന്നു. റിയാലിറ്റി അതോടെ ഹിറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഞാൻ ഇന്നലെ ഞാൻ ഈ റീല് തപ്പിക്കൊണ്ട് പോകുമ്പോൾ ഒരു വീഡിയോ കണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടക്കുകയാണ്. എത്ര വയസ്സ് കുറവാണ് ആദിത്യയുടെ, അഞ്ജുവിനേക്കാളും എത്ര വയസ്സ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഞാൻ മുഴുവൻ കണ്ട് അവസാനം എത്തിയപ്പോൾ അവർ റിവീൽ ചെയ്തു ആദിത്യക്ക് 2 വയസ്സ് കുറവാണ്. സത്യം പറയട്ടെ, സത്യത്തിന്റെ മുഖം ഏജ് ഗ്യാപ്പ് റൊമാൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കത് ഹിലേരിയസ് ആയിട്ട് തോന്നി. ആക്ച്വലി ഞാൻ യങ്ങറാണ് ആദിത്യക്കാട്ടിലും. പക്ഷെ ഡസ് ദാറ്റ് റിയലി മാറ്റർ? എക്സാക്ട്ലി. ഏജ് ഒന്നും ഒരു വിഷയമല്ല മാരേജിനകത്ത്. എനിക്ക് ഇതിൽ നമ്മൾ അതുകൊണ്ടാ അന്നൊരു ഇന്റർവ്യൂ എടുത്ത ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കത്തില്ലെന്ന് എടുത്ത് പറഞ്ഞു. എനിക്ക് വയ്യ, നീ സെലിബ്രിറ്റി ലൈഫ്. ഞാൻ ചേച്ചിയുടെ മെസ്സേജ് ഞാൻ കണ്ടു. ഞാനിത് പർപ്പസ്ഫുള്ളി ഞാൻ ഇഗ്നോർ ചെയ്തു. കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ ഇന്റർവ്യൂ തരില്ല എന്നുള്ളത്. കാരണം ഡെയിലി എന്നോട് പറയുമോ ഇവള്, എടാ ഇന്റർവ്യൂ എടുക്കണം, അങ്ങനെ പലരെയും കൊണ്ടും വിളിപ്പിക്കുന്നു, സംസാരിച്ചേ പറ്റൂ. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുക, ഒന്ന് തരാവോ. പക്ഷെ നമുക്ക് എന്തോ പറയാനോ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. സീരിയസ്ലി ഇൻ എ റിലേഷൻഷിപ്പ് ഡസ് റിയലി ദ ഏജ് ഡിഫറൻസ് മാറ്റർ? കാരണം ഇതിനു മുമ്പും ഞാൻ എപ്പോഴെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ ഒരു ഏജ് ഡിഫറൻസിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏജ് കൂടുതലാണെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഇവിടെ നടക്കാറുണ്ട്. ഇസ് ഇറ്റ് റിയലി എ പ്രോബ്ലം? I don't think so. കാരണം how can you say that
ആ ഒരു ഇമോഷണൽ ഏജിങ് ഈസ് ഗോയിങ് ടു ബി ലീനിയർ. 3 വർഷത്തിലായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് 1 വയസ്സിന്റെ ഇമോഷണൽ ഏജിങ് ഉണ്ടാവുന്നെങ്കിൽ അപ്പൊ തന്നെ മാത്ത് തെറ്റിയില്ലേ. It's basically about emotional compatibility and intelligence. എനിക്ക് ഞങ്ങൾ പറയുകയാണെങ്കിൽ റിലീജിയൻ, കാസ്റ്റ്, റേസ്, ഏജ്, ഹൈറ്റ്, ഇതൊന്നും, കളർ, ഇതൊന്നും മാരേജിന്റെ ഒരു എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ളൊരു അളവ് പോലെ ആവണം എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പൊ ആദ്യത്തെ ആക്ച്വലി നമ്മൾ 2 റിലീജിയൻ ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, ഇവള് ക്രിസ്ത്യൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കത്തേ ഇല്ല. ഇത് ഈ അടുത്താ നമ്മൾ റിയലൈസ് ചെയ്തത്. കൊല്ലം ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. ഹിന്ദു, ക്രിസ്ത്യൻ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. എപ്പോഴെങ്ങാണ്ട് എന്തോ ഒരു ഞാൻ പറയാം അതിപ്പോ ഈ അടുത്തൊരു പാട്ട് ഇറങ്ങിയായിരുന്നു, മറ്റേ ഈ പരദേവന ഹോ എന്ന് പറഞ്ഞൊരു പാട്ട് ഭയങ്കര വൈറലായി. അപ്പൊ അതില് ഒരു റീല് വന്നിട്ടുണ്ട്. അത് ഒരു ശ്രീകൃഷ്ണന്റെ ഇതും ഒരു യേശുക്രിസ്തുവും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് ഒരു റീൽ ഒരാള് പ്രിപ്പയർ ചെയ്തു. നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടൻ വിളിച്ചിട്ട് എടാ നിങ്ങൾക്ക് എന്നാ ആ പാട്ടൊന്നും നിങ്ങൾക്ക് പാടിയിട്ടുള്ളൂ, ഈ റീൽ പാട്ടില് പാടിക്കൂടെ എന്ന് ചോദിച്ച് വന്നതാ. അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് മനസ്സിലായ പോലും ഇല്ല. അപ്പൊ നിങ്ങളല്ലേ ഇതിന്റെ പേഴ്സോണിഫിക്കേഷൻ, നിങ്ങൾ 2 മതക്കാരാണ്. അപ്പൊ ഞാനപ്പോ ഉള്ളത് എടി നമ്മൾ 2 മതമാണ്. അപ്പൊ ആദ്യത്തെ പള്ളിയിലും 5 അമ്പലത്തിലും പോവോ? എങ്ങനെയാണ് നിങ്ങളുടെ ഈ സിൻക്രണൈസേഷൻ? അമ്പലത്തിൽ വെച്ചാണ് കല്യാണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകും, പള്ളിയിൽ വെച്ചാണ് കല്യാണം ഞങ്ങൾ ഒരുമിച്ച് പള്ളി പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഇന്നൊന്നുമില്ല, ഭക്ഷണം കിടത്തുന്ന എല്ലായിടത്തും ഞങ്ങൾ പോകും. ഞാനും ഇവളുടെ അടുത്ത് പറഞ്ഞതാണ്. ഇപ്പൊ 2 റൗണ്ട് എല്ലാം കൂടി. പണ്ട് ഓണം വിഷു മാത്രമായിരുന്നു, ഇപ്പൊ ഓണം വിഷു ഈസ്റ്റർ ക്രിസ്മസ് എല്ലാം സെലിബ്രേഷൻ. I know. This is amazing. If there is one thing that you would like to tell people, ipa second item, like life gives you second chances and you got to grab it. ആ ഒരു ത്രെഡ് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ് യു വോണ്ട് ടു സേ അബൌട്ട് ഇറ്റ്? കാരണം ഒരു പോയിന്റിൽ ഞാൻ അഞ്ജുവിനെ കാണുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു 0 എന്നുള്ളൊരു സ്റ്റേറ്റ് നിൽക്കുകയായിരുന്നു. മൈനസ് ആയിരുന്നു. അവിടെ നിന്നാണ് യു ഹാവ് ബിൽറ്റ് ഇറ്റ് അപ്പ് അഗൈൻ താങ്ക്സ് ടു യുവർ പാർട്ട്ണർ. സോ വാട്ട് യു ഹാവ് ടു myself also for doing that. Yes, tell me about it. ആ തോട്ട്സ് എന്താണ്? ഞാൻ അന്നും എന്റെ ഡിവോഴ്സിനെ പറ്റി ഞാൻ ഓപ്പൺ അപ്പ് ചെയ്തതിന്റെ ഒരു കാരണം ഞാനൊന്ന് പറഞ്ഞായിരുന്നു. ഡിവോഴ്സ് ഇസ് നോട്ട് എ ക്രൈം. ഇത് ഒരാൾ ഡിവോഴ്സ് ചെയ്തു എന്ന് എഴുതിയിട്ട് അയാളെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല. എല്ലാരും കളിയാക്കേണ്ട ഒരാൾ. കുറേയൊക്കെ അതിന്റെ ഇത് മാറിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഐഡിയ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്, നമുക്കുണ്ടാവുന്ന കുറെ വ്യത്യാസങ്ങളുണ്ട്. വി ലൂസ് അവർ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് നമ്മുടെ പുറത്ത് തന്നെയുള്ള ഒരു ബിലീഫ്, നമ്മളോടുള്ള സെൽഫ് കമ്പാഷൻ, സെൽഫ് ലവ്, ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ലാതാകും. ആൻഡ് ദ വേ വി ട്രസ്റ്റ് പീപ്പിൾ ചേഞ്ച്, ഈവൻ ഇൻ ഫ്രണ്ട്ഷിപ്പ്, even with our parents, even with your partner, colleagues ആയിക്കോട്ടെ, ഇവരെല്ലാവരുമായിട്ടുള്ള ട്രസ്റ്റിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക് ഫ്രം ദാറ്റ്. അപ്പോൾ ഐ വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് എല്ലാത്തിനും ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് തിരിച്ച് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തത്. സോ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു ഇത് പറയാനില്ല. യു ജസ്റ്റ് ഡു ദി വർക്ക്. അറ്റ് സം പോയിന്റ് യു വിൽ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യുവർ സെൽഫ്. യു വിൽ സ്റ്റാർട്ട് എന്താ പറയുക, നിങ്ങളോട് തന്നെ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. പതുക്കെ സെൽഫ് റെസ്പെക്റ്റ് കയറി വരും. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ എന്നെ ഹാപ്പി ആക്കി, ഒറ്റയ്ക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ എടുക്കാൻ പറ്റും. അതർവൈസ് I never searched for. ഇപ്പൊ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് I took like ഒരു something like this happened in 2018. I waited for ഒരു 2021-22 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. took around 4 years ഞാൻ ബ്രേക്ക് എടുത്തു. I didn't go for any rebound. എൻ്റെ സൈക്യാട്രിസ്റ്റ് എപ്പോഴും പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. 3 കാര്യങ്ങളാണ് പുള്ളി നോ പറഞ്ഞിരുന്നത് തെറപ്പിക്ക് ചെന്നപ്പോൾ. 1, no rebounds. അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ട് നേരെ അടുത്തതിലേക്ക് നേരെ എടുത്ത് ചാടിയാൽ നമ്മൾ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വീണ്ടും കയറുന്നത്. സോ ഡോണ്ട് ഡു ദാറ്റ്. 2, നോ ആൽക്കഹോൾ, നോ സിഗരറ്റ്, നോ ഡ്രഗ്സ് സംഭവം. ഇത് 2 ഇല്ലായിരുന്നു. അപ്പൊ അത് ഓൾറെഡി മെഹി. റീബൗണ്ടിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഐ ഡോണ്ട് വോണ്ട് എന്താ പറയാ, ഈവൻ ഞാനും ശരിയായിട്ടുണ്ടാകത്തില്ല ആ സമയത്ത്.
ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും ഇല്ലാതെ തന്നെ ഐ ഹാവ് അവിടെ ഇവിടെ ബാഗേജസ് ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോണ ബി ദർ. ചില സമയത്ത് ഇവർ വിചാരിക്കാത്ത സമയത്ത് അത് ഹിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ല അതിപ്പം നീ ഒരു ഡിവോഴ്സിലൂടെ കടന്നുപോയ ഒരാളാകണം എന്ന് പോലും ഇല്ല. ഒരു ഇത് breakup ആയാലും മതി. പലർക്കും പല ബാഗേജസും ഉണ്ട്. നമ്മളെ ചൈൽഡ്ഹുഡ് ചൈൽഡ് ട്രോമ ആയിരിക്കാം. നമ്മളത് റിയലൈസ് ചെയ്യുന്നത് അത് പുറത്ത് വരുമ്പോൾ മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മളത് എംബ്രേസ് ചെയ്താൽ മതി. യെസ്, ആൻഡ് ദ ജേർണി ഈസ് വെരി ഹാർഡ്. ഇതൊരിക്കലും ലീനിയർ ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇതിങ്ങനെ ഹീലിംഗ് ഒരിക്കലും ലീനിയർ അല്ല. ഇങ്ങനെ കയറും ഇറങ്ങും. ഐ ഹവ് സീൻ മൈസെൽഫ്, എന്താ പറയാ, ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ഇപ്പൊ അഞ്ചു ഭയങ്കര സന്തോഷമാണല്ലോ, ഭയങ്കര ഹസ്ബൻഡിന്റെ ഒക്കെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയല്ലേ, ഇനി അഞ്ചുന് എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകും? ഡിപ്രഷൻ അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നത്. സോ പീപ്പിൾ തിങ്ക് ദാറ്റ് നമുക്ക് സങ്കടം ഉണ്ടാവുമ്പോൾ എന്തോ ഒരു സംഭവമാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD. ഇതൊന്നും ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല. അതായത് ഡിസംബർ 31, 2020 അഞ്ജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അങ്ങനെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അപ്പൊ എന്റെ ജേർണിയിൽ തന്നെ there are days ഭയങ്കര മോശം ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ നിലത്ത് കിടന്നിങ്ങനെ എഴയുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There are days when I went to my therapist and she had to cancel പുള്ളിക്കാരിയുടെ ബാക്കി മിച്ചമുള്ള എല്ലാ സെഷനും ക്യാൻസൽ ചെയ്തിട്ട് 4-5 മണിക്കൂർ എൻ്റെ കൂടെ ഇരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. There are situations where ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കരഞ്ഞിട്ട് എനിക്ക് എങ്ങനെ ഇത് നമ്മളൊരു പോയിന്റ് എത്തും, നമ്മൾ എല്ലാത്തിനോടും നമ്പാണ്. നീ ഓർക്കുന്നുണ്ടോ? ഞാനൊരിക്കൽ പിന്നീട് എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഡേറ്റ് ചെയ്യുമല്ല, ഒരിക്കൽ റോട്ടിൽ വെച്ചിട്ട് ഒരാൾ അടിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് വണ്ടി ഒന്ന് തട്ടി, കാക്കനാട് വെച്ചിട്ട്. വണ്ടി തട്ടിയത് ഇൻ ദ സെൻസ് അവര് വീണിട്ട് പോലും ഇല്ല സ്കൂട്ടറിൽ നിന്ന്. പക്ഷെ സ്കൂട്ടറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നായി. അപ്പൊ ഞാൻ കരഞ്ഞിട്ട് എൻ്റെ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങി വന്ന വഴിക്ക് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഐ എം റിയലി സോറി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഐ എം റിയലി സോറി. എനിക്കറിയില്ല, പുള്ളിക്കാരി ഇറങ്ങി വന്ന് എന്നെ ഒരൊറ്റ അടി മുഖത്ത്. എനിക്ക് പുള്ളിക്കാരുടെ മുഖം, കാരണം ആ സമയത്ത് ഞാൻ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി നിൽക്കും. ഐ ക്രൈഡ് ഫോർ അറൗണ്ട് 5 hours. ഒന്നുമില്ല എൻ്റെ മേത്ത്. ഐ വാസ് ജസ്റ്റ് ഡ്രൈവിംഗ് ടു പലാരം ടു ഗെറ്റ് സംതിങ് ടു ഈറ്റ്. വണ്ടി ഒതുക്കിയിട്ടു. പക്ഷെ റാൻഡം പീപ്പിളുടെ, സ്ട്രേഞ്ചേഴ്സിന്റെ കൈൻഡ്നെസ് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഞെട്ടലായിപ്പോയി. അടിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാര് ഇടിച്ചതിനെ അവർ കുറ്റം പറയാതെ ആൾക്കാർ നിങ്ങൾ ആരാണ് ഈ കൊച്ചിനെ കയറി അടിക്കാനായിട്ട് എന്നുള്ള സാധനം പറഞ്ഞു. അപ്പത്തേക്കും പിന്നെ അവര് വണ്ടി എടുത്തുകൊണ്ട് പോയി. എനിക്കൊരു നമ്പർ ഓർമ്മയില്ല, എനിക്ക് മുഖം ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. പക്ഷേ അവിടെ നിന്ന് ഏതൊക്കെയോ ചേട്ടന്മാർ എനിക്ക് അവിടെ നിന്ന് ജ്യൂസ് മേടിച്ചു എന്നെ മാറ്റി നിർത്തി വണ്ടി ഓടിച്ച് വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ അത് പിന്നെ ആൾക്കാർ വിചാരിക്കാത്ത ലോ ലെവൽ ഞാൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദർ ആർ ഡേയ്സ് ലോ ഹിറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ ഡേയ്സ് ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ ഓക്കെ ആയിട്ടുള്ളൊരു 90 days കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഓക്കെ അല്ലാത്തൊരു 1 week വരുന്നത്. That's how healing is. Yes, that's how healing is. It's difficult. It's very difficult to address your past things. ഇപ്പോൾ നമുക്കത് ഓപ്പൺ അപ്പ് ചെയ്യാതിരിക്കുവാണെങ്കിൽ അത്രയും എളുപ്പം എന്ന് ആൾക്കാർ വിചാരിക്കാം. And going to therapy, it takes guts. It takes a lot of work there. A lot of purging there. Yes. And Aditya, for you, are the stigma associated with marrying a person who's already been married before? ആ ഒരു സ്റ്റിഗ്മ എവിടെയെങ്കിലും പ്ലേ ചെയ്തിരുന്നോ in your family and your people? ശരിക്കും ഇവളുടെ ആരാധകനാണ് ആദ്യം തൊട്ടേ. ഞാൻ കുറച്ച് നാൾ മുന്നേ അത് റിയലൈസ് ചെയ്ത. അപ്പൊ ഞാനത് ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാനത് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ ഐ ഓൾവേസ് ബീൻ ഇങ്ങനെ എന്തോ നടന്ന ദിവസം ഞാൻ എന്തോ ഒരു മരണവാർത്തയോ അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാനിത് ചെയ്തില്ലെങ്കിൽ ചുറ്റുമുള്ളവർ മരിച്ചു പോകും, അങ്ങനത്തെ തോട്ടാണ്. രാത്രി 2 മണിയാവുമ്പോ ഷോ കഴിഞ്ഞിട്ട് വരും. അവൾക്ക് അപ്പൊ എല്ലാം അൺപാക്ക് ചെയ്ത് എല്ലാം തിരിച്ചു വെച്ച് പെട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അപ്പൊ ചെയ്യണം. അപ്പൊ രാത്രി കുളിച്ചിട്ട് ഉറങ്ങാനല്ല നോക്കുന്നത്, അപ്പൊ ഫുൾ ക്ലീൻ ചെയ്യണം.